നമസ്കാരം. ഹരിതം ഗാർഡനിലേക്ക് വീണ്ടും സ്വാഗതം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇഷ്ടപ്പെട്ടു എങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് സിമൻറ്റ് ചട്ടി പൊട്ടിയാൽ അത് എങ്ങനെ റിപ്പയർ ചെയ്ത് ശരിയാക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. പലരും പറഞ്ഞു ഞങ്ങൾക്ക് സിമൻറ്റ് ചട്ടി പൊട്ടുകയാണ് എന്നുള്ളത്. ആ പൊട്ടിയ ചട്ടി നമുക്ക് റിപ്പയർ ചെയ്തിട്ട് ശരിയാക്കി നമുക്ക് ചെടി നടാം. അതിൻ്റെ ഒരു വീഡിയോ ആണ്, ആ ചെടി നട്ടതിൻ്റെ വീഡിയോ ആണിത്. ഇതിൽ ആദ്യം ചെയ്തത് കാരണം ഒരു ചെറിയൊരു മാറ്റമുണ്ട്. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ ചട്ടികളാണ്. ഇതിൻ്റെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞങ്ങളുടെ ചാനലിൽ ആദ്യമായി ഞങ്ങൾ പോസ്റ്റ് ചെയ്തത്. അതിന് നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഇതിനോടൊപ്പം ചെയ്യുന്നുണ്ട്, ഒന്ന് കണ്ടു നോക്കൂ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ വീട്ടിൽ പരിശ്രമിക്കുക, നിങ്ങൾക്ക് സാധിക്കും. എൻ്റെ കയ്യിൽ ഞാൻ ഉണ്ടാക്കിയ ഒരു ചട്ടി പൊട്ടി. അതിനെ എങ്ങനെ റിപ്പയർ ചെയ്ത് ശരിയാക്കാമെന്നാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അത് അതേ അച്ചിൽ തന്നെ ആ പൊട്ടിയ ചട്ടീനെ നമ്മൾ വെക്കണം. അതാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. അത് അതേ അച്ച് തന്നെ കറക്റ്റായിട്ട് അതിലേക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് സുഖകരമായിട്ട് അത് വീണ്ടും പൊട്ടിയ ഭാഗം ശരിയാക്കാൻ പറ്റും. അതിലേക്ക് ആവശ്യം ഒരു 3 പാത്രം കോറിമണലിൻ്റെ ഒപ്പം 1 പാത്രം സിമൻറ്റ്. ഇതുതന്നെയാണ് നമ്മൾ ഒരു സിമൻറ്റ് ചേർക്കുമ്പോഴും നമ്മൾ ചെയ്യുന്ന റേഷ്യോ. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ അളവാണ് എല്ലാത്തിനും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വെള്ളം കൂടുവാൻ പാടില്ല, കുറയാനും പാടില്ല. അത് നമ്മൾക്ക് കൈകൊണ്ട് തേച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പൊട്ടിയ ചട്ടിയുടെ ഉള്ളിലുള്ള പൊടികളെ നമ്മൾ ഒരു ബ്രഷ് കൊണ്ട് അടിച്ച് വൃത്തിയാക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നാലേ അത് പിടിക്കുള്ളൂ. പിന്നെ ആ പൊട്ടിയ ഭാഗത്ത് നമ്മൾ വെളിച്ചെണ്ണ, നമ്മൾ പപ്പടം കാച്ചിയതിൻ്റെ ബാലൻസ് വെളിച്ചെണ്ണയാണ് ഞാനിതിൽ ഉപയോഗിക്കുന്നത്. അതിനുശേഷം ആ സിമൻറ്റ് ചട്ടിയുടെ ഭാഗം നന്നായി വെള്ളം അടിച്ച് സ്പ്രേ ചെയ്ത് ആക്കിയതിന് ശേഷം കുറച്ച് സിമൻറ്റ് പൊടി വിതറുക. അതെന്തിനാണെന്ന് വെച്ചാൽ ഇത് ഒന്ന് ഉണങ്ങി കഴിഞ്ഞതായത് കാരണം സിമൻറ്റ് പിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ് അത് ചെയ്യാൻ പറയണത്. അതിനുശേഷം നമ്മൾ ശരിയാക്കി വച്ചിരിക്കുന്ന സിമൻറ്റ് കൂട്ട് ആ പൊട്ടിയ ഭാഗങ്ങളിലേക്ക് കൈകൊണ്ട് അമർത്തി വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ അധികം എന്താ പറയുക, കുപ്പി കൊണ്ടൊന്നും അമർത്തി ചെയ്യാൻ പറ്റില്ല. കാരണം ടോട്ടലി പൊട്ടിയതായതുകൊണ്ട് നമ്മൾ കൈകൊണ്ട് വേണം ഇത് ചെയ്യാൻ. അത് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ആ സ്പൂണ്, നമ്മുടെ സിമൻറ്റ് ചട്ടിക്ക് ആവശ്യമായ പ്രധാന സംഗതി ഈ വളഞ്ഞ സ്പൂണാണ്. ആ വളഞ്ഞ സ്പൂണ് കൊണ്ട് നമ്മൾ നന്നായിട്ട് ഒരു ചെറിയൊരു ഫോഴ്സിൽ അമർത്തി അതിനെ പോളിഷ് ചെയ്യണം. ആ പോളിഷ് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യണം. കാരണം ഒരു സ്ഥലത്ത് പോളിഷ് ചെയ്യുമ്പോൾ മറ്റേ സ്ഥലം പൊന്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും ഉണ്ടാവാത്ത രീതിയിൽ ചെയ്യുക. കാരണം ആ അച്ച് സെറ്റായിട്ട് അതേ അച്ചിലിരിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അത് വൃത്തിയായിട്ട് നമ്മൾ പോളിഷ് ചെയ്യുക. അതിനുശേഷം വേറൊരു ചട്ടി, ആ ഒരു പ്ലാസ്റ്റിക് ചട്ടി എടുത്ത് നമ്മൾ ചെയ്തതിൻ്റെ മുകളിൽ വെച്ച്, കാരണം അതിൻ്റെ അരു ശരിയാക്കണമല്ലോ. ഒരു സൈഡ് അരു പൊട്ടിപ്പോയിട്ടുണ്ട്. ആ അരു വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒരു പ്രക്രിയ ചെയ്യുന്നത്. അതിലും നമ്മൾ വെള്ളത്തിൻ്റെ അളവ് വളരെ ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യണം. അത് ആരുടെയെങ്കിലും ഒരു സഹായത്തോടു കൂടി അതിനെ തിരിപ്പിച്ച് എടുക്കുക. അപ്പോൾ നമ്മുടെ പഴയ ചട്ടിയുടെ അവസ്ഥ തന്നെ ഇതിന് വന്നു. അതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ സിമൻ്റ് ഒന്ന് ഇങ്ങനെ തൂവി കൊടുത്തതിന് ശേഷം ആദ്യം അടിച്ച ബ്രഷ് കൊണ്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ അതിനൊരു ഉറപ്പ് കൂടും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏറെക്കുറെ ഇപ്പോഴത്തെ വർക്ക് ഫിനിഷായി. ഇനി ഇത് ഉണക്കുക. ഇതേപോലെ ഒരു 24 മണിക്കൂർ ഉണക്കിയതിന് ശേഷമുള്ള ചട്ടി ഞങ്ങൾ കമത്തി വെച്ചിരിക്കുകയാണ്. ഈ കാണിച്ചിരിക്കുന്നത് ചട്ടി എടുക്കാനുള്ള ഒരു ബക്കറ്റാണ്. അതിൽ ഞങ്ങൾ ചാക്കും അതൊക്കെ വെച്ചിരിക്കുകയാണ്.
പിന്നെ അതിൻ്റെ മുകളിൽ ഇപ്പോൾ ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്, നല്ല തിളച്ച ചൂടുവെള്ളം. അതിനുശേഷം ആ ബക്കറ്റിലേക്ക് ആ അച്ചിനെ വെച്ചിട്ട് ഒരു തട്ട് തട്ടിയാൽ മതി. ഇതേപോലെ വളരെ സ്മൂത്തായിട്ട് ഇങ്ങോട്ട് പോരും. നേരത്തെ പൊട്ടാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ ഉണങ്ങുന്നതിന് മുമ്പേ എടുത്തു എന്നുള്ളത് കൊണ്ടാണ് ആ ചട്ടി പൊട്ടിയത്. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ ചട്ടികളാണ്. ഞാനിപ്പോൾ തന്നെ ഒരു 150 ചട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇത് വീട്ടിൽ പരീക്ഷിക്കണം. പൊട്ടിയ ചട്ടിയാന്ന് വിചാരിച്ചിട്ട് കളയണ്ട. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമസ്കാരം.